ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചിക്ക്മാംഗ്ലൂരിൽ ആമിഫൈഡ് കസ്റ്റംസിലാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ആമിഫൈഡിൽ വന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റെഗുലർ ചെക്കപ്പിന് വേണ്ടി നമ്മുടെ രാഘുവിൻ്റെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇത്തവണ നമുക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫജിഷ്കൻ്റെ വണ്ടി. എത്ര വർഷം വരുന്ന ഫജിഷ്ക വണ്ടി? 2000 അല്ലേ? 2000 മോഡൽ MPFI വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് രജിസ്ട്രേഷനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയ യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ബിൽഡ് ചെയ്യാന്നുള്ളൊരു ആവശ്യം കൂടിയാണ് നമ്മൾ ആമിഫൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ കാണുന്ന നമ്മുടെ ആ ഒരു സ്കൈ ബ്ലൂ വണ്ടിയാണ് നമുക്ക് കംപ്ലീറ്റ് റീബിൽഡ് ചെയ്യേണ്ടത്. പിന്നെ മുമ്പിലുള്ളത് രാഘുവിൻ്റെ വണ്ടി. അപ്പോൾ അതൊരു നമ്മളെ ഒരു 6 മാസമായിട്ടുണ്ടാവും അപ്പോൾ വർക്ക് ചെയ്തിട്ട്, അല്ലേ രാഘു? 8 മാസമായി. അപ്പോൾ 8 മാസം കഴിഞ്ഞ് നമുക്ക് വണ്ടി ഒന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ വണ്ടി ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്താൽ യാത്രയിൽ നമുക്കത് ഉപകാരമാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. നമുക്ക് ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അതിൻ്റെ കൂടെ നമുക്ക് ആമിഫൈഡിൻ്റെ അകത്തൊന്ന് മൊത്തത്തിൽ നടന്നിട്ട് എന്തൊക്കെയാണ് ഉള്ളത്, പുതിയ വണ്ടികൾ ഏതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. നമ്മൾ തലേദിവസം തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് അതിരാവിലെ ചിക്കമംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി ഓട്ടോ ഗാരേജ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം രാവിലെ ഒരു 9 മണിയായി. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അവരവരുടെ ഗാരേജ് ഓപ്പൺ ആക്കുന്നതാണ്. ഓപ്പൺ ആക്കിയിട്ട് അകത്ത് കുറേ വണ്ടികളുണ്ട് റീബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് വർക്കുകളായിട്ട് വന്നിട്ടുള്ള വണ്ടികൾ. അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മുടെ വണ്ടി അകത്ത് കയറിയിട്ട് വണ്ടിയുടെ വർക്കുകൾ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആമിഫൈഡിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഷോപ്പ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ രാവിലെ വന്ന് അവരെ വണ്ടികളൊക്കെ ഇറക്കി പുറത്തിട്ടു. പിന്നെ ഇപ്പം ഈ കാണുന്ന കുറച്ച് വണ്ടികളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള വണ്ടി അകത്തുണ്ട്. അപ്പോൾ ഒരു ക്ലീനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട്, അതിൽ ഫജിഷ്കൻ്റെ വണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കാരണം അതാണ് നമുക്ക് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം പിന്നെ വണ്ടിയുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ ലിസ്റ്റാക്കി പിന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കൺഫേം ആക്കണം ഇവരുമായിട്ട്. നമ്മുടെ ഫജിഷ്കൻ്റെ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ആമിഫൈഡിലുള്ളത്. മേജർ വർക്ക് ഇതാ ചെയ്യേണ്ടത് അല്ലേ ഫജിഷ്ക? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട പണി? ഇതിലിപ്പോൾ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ മിസ്സിങ് വണ്ടിക്ക് മിസ് ഫയർ ചെയ്യുന്നുണ്ട്. പിന്നെ അകത്ത് നമ്മൾ എന്താ പറയണ്ട, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണെരിച്ചൽ, പുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കണം. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ പണിയുണ്ട്. ഓക്കെ. ഒരു ബിയറിംഗ് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പ്ലാനിലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ആമിഫൈഡിൽ വന്നത് തന്നെ ആ കാരണം കൊണ്ടാണ്. ഇത്രയും ദൂരം ഓടിച്ചു വന്നില്ല. എത്ര കിലോമീറ്റർ? 283 കിലോമീറ്റർ ഓടി. അതിന്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെയൊക്കെ ഇവിടെ വന്ന് പെട്ടു. അതെ അതെ അതെ. നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ വണ്ടി നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടല്ലേ ഏകദേശം 7 മാസം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കുള്ള പുലിക്കുട്ടിയെ പോലെ ഇപ്പോഴും ഓടുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി നമുക്ക് അതുപോലെ തന്നെ ആക്കിയെടുക്കണം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും നോക്കാം നമുക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആമിഫൈഡ് എന്നുള്ള ആൾ വണ്ടി ഇപ്പോൾ എടുത്തിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ള ഒന്ന് പുള്ളിയായിട്ട് പറയട്ടെ. എന്നിട്ട് നമുക്ക് ഒന്ന് ഫൈൻഡ് ചെയ്യാം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. വണ്ടി സ്റ്റാർട്ടിങ്ങുള്ള ട്രബിൾ ഉണ്ട്, മിസ്ഫയർ ആകുന്നുണ്ട്. ഏതായാലും പുള്ളി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ള പറയട്ടെ. എന്നിട്ട് അതിനുശേഷം നമുക്കത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കാം. മെയിനായിട്ട് വണ്ടിക്ക് നല്ല മിസ്സിങ് ഉണ്ട്. പിന്നെ അതുപോലെ ഗിയർ ബോക്സിനും പണിയുണ്ട്. വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറ്റല. നമസ്തേ, कैसे हो? बढ़िया बढ़िया. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് വെച്ചാൽ प्रॉब्लम है? बहुत है. क्या क्या है आपका टेस्ट में? क्या क्या आपका आया? मिसिंग है पूरा गाड़ी. मिसिंग है? पेट्रोल स्मेल है व्हीकल में. हाँ, वो पेट्रोल का स्मेल बहुत आ रहा है. बहुत मिसिंग है गाड़ी, बहुत मिसिंग है गाड़ी में. दो इंजन काम कर रहा है. इंजन में चार्ज करने का काम कर रहा है. रास्ते में हुआ था जब हम लोग आ रहा था ना, पहले से थोड़ा थोड़ा था. रास्ते में पूरा बंद हो, 40 के ऊपर नहीं जा रहा है, ओवर हीट हो रहा है.
कितना किलोमीटर चला गया? नहीं हो रहा है 183 जाके दूसरा पिछले दिन काम कर रहा है। हो जाएगा ना आज तो? नहीं ये तो सही हो जाएगा। गाड़ी इधर पहुंच गया तो हाँ बस। गियर क्या देखा आपने? गियर का भी वो कहाँ भी पोजीशन है ना, हाँ। गियर का पोजीशन सही नहीं है। अच्छा लेफ्ट साइड पर व्हील में साउंड नहीं 1.3 ठीक है എല്ലാം കംപ്ലീറ്റ് अल अभी तक साउंड किट्टी था व्हील का साउंड कुछ आएगा लेकिन लेफ्ट साइड चारों व्हील काम करना है पूरा अमिंग है व्हील में वो बेरिंग का और ब्रेक पैड का पूरा लाइनर का पूरा है अच्छा അപ്പം അങ്ങനെ ഒന്നും രണ്ടും കാര്യങ്ങളൊന്നും അല്ല അല്ല വജിഷ്ക അല്ലേ? टेम्परेचर का बहुत हीट होता है रेडिएटर सही नहीं है इसका रेडिएटर बदलाना है അപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് കംപ്ലീറ്റ് ലിസ്റ്റ് ആക്കണം ഇനി എന്തൊക്കെയാണ് വണ്ടിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ആക്കിയിട്ട് വണ്ടി നമ്മളിവിടെ കൊടുത്തിട്ട് പോവാം അല്ലേ? അല്ല വണ്ടി ചെയ്താൽ നമുക്കിവിടെ കൊടുത്തിട്ട് പോകാനല്ലേ പറ്റുമല്ലോ വെച്ചാൽ എന്നിട്ട് നമുക്ക് ഏകദേശം എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നൊക്കെ ഉള്ളത് നോക്കല്ലേ? നോക്കാം. उसका वो हम लोग ने 4 पीके का बेल्ट डाल के फुल्ली बना के उसका कम बनाएगा सही हो जाएगा. अभी आप लद्दाख जा रहे हैं बोले तो ये सभी नहीं मिलता है आपको स्पेयर भी उधर नहीं मिलता है ये बहुत मुश्किल से वो बेल्ट मिलता नहीं उसको अलाइनमेंट नहीं रहता है इसका बेल्ट नहीं है वो दूसरा जगह जाके वो मशीन का है मशीन का बेल्ट तो एक तो है एक रेडिएटर बदलना पड़ेगा. रेडिएटर डालेंगे और फैन शॉट डालेंगे ठीक है और इसको पावर स्टीयरिंग पंप डालेंगे एक पुल्ली बदलाएंगे उसका ठीक है और उसका बेल्ट 4 पीके कर देंगे ठीक है और इंजन ट्यून अप करेंगे 4 व्हील का काम करेंगे ठीक है दूसरा क्या है जनरल चेकअप करके दूसरा जो काम है पूरा एकदम सही करेंगे. ठीक है बिल्कुल. वो क्या बोलते हैं वो गियर बॉक्स का नॉइस है हम जब चलाने का अच्छा साइड गियर बॉक्स में आ रहा है मेन गियर बॉक्स में आ रहा पता नहीं इधर से साउंड आ रहा है ये है हम लोग चेक करेंगे अभी ये मिसिंग में तो नहीं मालूम होता हाँ सही है है एकदम सही करके वो चेक करेंगे. बस इतना ही. और दूसरा इसका गाड़ी है ना उसका आप बताना वो गार्ड लगाना है. हाँ वो गार्ड का आपका वो बम्पर को नहीं बैठता है अब मैं दिखाता हूँ बम्पर मैं बोला ना आपको पैसा था ना वो बम्पर नहीं बैठता है नहीं भेजा मुझे. मैंने आपको फोटो भेजा तो उसके बाद मैंने आपने रिप्लाई नहीं किया. हेलो लागू बम्पर बदलना पड़ेगा. अरे बदल നോക്കാം വഴി ഉണ്ടാക്കാം നമുക്കല്ലേ? ശരിയാണ് ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രാഘുവിൻ്റെ വണ്ടിയാണ് റാമ്പിൽ കയറ്റുന്നത്. അപ്പോൾ വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് അവർ ഒരു പോയിന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് നമ്മൾ നാട്ടിലൊരു വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇപ്പം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ രാഘുവിൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ടാങ്ക് കംപ്ലീറ്റ് മാറ്റുകയാണ്. അപ്പോൾ ടാങ്ക് ആർമിയിൽ നിന്ന് വന്ന അതേ ടാങ്കാണ്. ആർമിയിൽ നിന്ന് ഓപ്ഷൻ എടുത്ത സമയത്തുള്ള ടാങ്ക് എന്താണോ അത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ടാങ്കിൻ്റെ സ്ഥിതി ഞങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുക ഇവിടെയൊക്കെ അടിച്ചിട്ട് ബെൻഡൊക്കെ ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് കംപ്ലീറ്റ് അസംബ്ലി നമ്മൾ മാറ്റലാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഓയിൽ സീൽ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ഗാർഡ് വെക്കാനുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ इधर इधर एक्चुअली क्या क्या हुआ इधर? देखो ये प्रॉप शाफ्ट है ना, हाँ ये जो पार्ट है ये लॉक मिलिंग वाला इधर बैठना है गियर बॉक्स है. अच्छा ये पार्ट इधर बैठना है अच्छा और इधर भी सामने भी वैसा ही किया है. देखो वो है देखो सामने में भी सेम वैसा ही हुआ है. और इसका बूट भी निकाल दिया ना ये पुराना प्रॉप शाफ्ट है शायद. ये पुराना है? ये पुराना है पुराना डाल दिया हमने चेंज कर दिया ना ये नया डाला था ना. हाँ नया डाला हमने. അതായത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന പ്രൊപ്പലർ ഷാഫ്റ്റ് നമ്മൾ നാട്ടിലൊരു വർക്ക്ഷോപ്പിൽ
പണിക്ക് വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ പുള്ളി അത് പണി ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിട്ടിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഭാഗം ഇവിടെയും ഈ കാണുന്ന ഭാഗം ഇവിടെയാണ് വരേണ്ടത്. പക്ഷേ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇട്ടത്, എങ്ങനെയാണ് ഇത് സംഭവം കൊള്ളിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല എങ്ങനെയാണ്. सो इधर से प्रॉब्लम क्या होगा? ऐसे करेगा तो हाँ अभी ना कंपनी में ना उल्टा फिरता है. अच्छा उल्टा होगा बोले तो अभी कंपनी क्या कर रहा है, हाँ डिफरेंशियल जो ऑप्शन होता है ना ब्लेड सेट में, हाँ ये इधर ही होना है. गियर बॉक्स को जब इसका गियर बॉक्स का बेरिंग है ना, हाँ ये उल्टा डाल दिया तो लंबा शाफ्ट का मार लेगा ना, तो इसमें गियर बॉक्स नहीं करेगा, गियर बॉक्स का बेरिंग नहीं करेगा. बारे बार बेरिंग जाएगा. कंपनी क्या कर रहा था, ये जो शाफ्ट का जो रनिंग है ना, हाँ ये इधर ही डालता है. ये जो लंबा वाला है ना हमारा, हाँ थोड़ा धीरे से लेना है. अच्छा. एक्शन होना है. हाँ. ऐसा एक्शन लिया ना तो रिटर्न मारेगा तो गियर बॉक्स में बारे बार बेरिंग जाएगा. और गियर बॉक्स का खत्म. गियर बॉक्स हम खत्म. हाय हाय നമ്മൾ പ്ലാന്റ് ലീക്ക് ഇല്ലല്ലോ, ആ അതൊന്ന് ഒപ്പിച്ചോ, അതൊന്നും കൂടി പറഞ്ഞോളൂ. अच्छा प्लान ചെയ്ത प्लान ओ इधर लीक इबड़े लीक അതിനെ ഓൻ അന്ന് അയച്ചേ. अच्छा अच्छा इधर लीक था. वो लीक के लिए उसने खुला इधर. वो खुलने को उल्टा कर लिया ऑयल सील. क्या वही तो बोल रहा हूँ ना मैं. अभी क्या मालूम है क्या, अभी कंपनी कैसा बना था बोले तो, अभी हथौड़ा यहाँ से मारने भी और यहाँ से मारने कैसा रहता है. हाँ अभी ये हाँ हथौड़ा है ना रिटर्न ऐसे यहाँ से मारने के लिए रख दिया है. ये सिर्फ इधर को ही लेना एक्शन. हाँ हाँ बस ये लेके इधर से लेके लिया तो अच्छा अच्छा रिटर्न मारेगा. अभी ये खुला के खुला के और ऐसा ही घुमा के रखेगा. और दूसरा इसका सील भी डालेगा. सील डाल दिया ना. डाल दिया. सील डाल दिया बोल रहा है. अच्छा अच्छा सील ऑलरेडी. സീലിട്ട് ശേഷം പ്ലാന്റ് ചെറിയ സ്ക്രാച്ചിലുണ്ട്. अच्छा फिर से वो प्लांट में प्रॉब्लम है, एक बार वो भी चेक कर दो ठीक है. ചെക്ക് ചെയ്യാൻ ആ പ്ലാന്റ് പറഞ്ഞ പിന്നെ ഇതില്ല, ഷിമ്മ് ലീക്ക് ഉണ്ട് ഏത് ഇതിന്റെ ഗ്യാസിന്റെ, हाँ वो करेंगे. അത് ഓനോട് പറഞ്ഞിട്ടുണ്ട്. ठीक है പിന്നെ വെച്ചാൽ എഞ്ചിൻ ഓയിൽ बाद में वो पीछे वाला एक्सेल सील गया है, वो एक्सेल सील डालेंगे. ठीक है. ആക്സിൽ സീൽ ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ചാർജ് മാറും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരുന്നത്, ആക്സിൽ സീൽ മാറണം. എല്ലാ ചാർജ് ആക്സിൽ ഇത് അവിടെ ലീക്ക് ഉണ്ട്. ആ ഡ്രമ്മിന് ലീക്ക് കണ്ട, ഇവിടുത്തേക്ക് അല്ലേ. ഡ്രം ലീക്ക് ഇല്ലേ, ആ അത് എല്ലാ ചാർജ് മാറുക. ഓക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അതേ വയസ്സായിട്ടും ആർച്ചിനും രണ്ടും ഒരുമിച്ച് മാറുക. രണ്ട് ബാരിങ് പോയി ബാരിങ് മാറുക. ഓക്കെ. പിന്നെ നമ്മൾ ടാങ്ക് മാറ്റും. ടാങ്ക് മാറുന്നുണ്ട്. പിന്നെ ക്ലച്ച് കേബിൾ ചെറിയ ടൈറ്റിന്റെ അത് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ എക്സോസ്റ്റ് എന്താ പറഞ്ഞ നമ്മൾ എക്സോസിന്റെ ഈ ഷിമ്മ് കണ്ട, അത് ലീക്കാ. സൗണ്ട് കറക്റ്റ് ഇതിന്റെ ബാക്ക് കിട്ടുന്നില്ല, ലീക്കായി പോകുന്നു. ഓക്കെ. അപ്പോൾ അതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. മാറുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആയി. ഏതായാലും നമ്മുടെ പിന്നെ ഷാഫ്റ്റ് മാറ്റിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഷാഫ്റ്റ് മാറ്റി വെച്ചാല് ഓന്റെ മൂക്കൊരു പരുത്തമാണ്. ഇത് യൂട്യൂബിൽ വരും കേട്ടാ. യൂട്യൂബിൽ പോകുന്നതല്ല, അത് മനസ്സിലാക്കണ്ടല്ലേ. ഒരാൾക്ക് ഒരു വണ്ടി വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഒരു മെക്കാനിക് അല്ലേ? നീ ഒരു മെക്കാനിക് അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു മെക്കാനിക് എന്ന രീതിയിൽ അത് കൊള്ളിച്ച് ഓനെ സമ്മതിക്കണം അല്ലേ. അല്ല നമ്മളിപ്പം വന്നിരിക്കുന്നത് ഇവരുടെ വെയർ ഹൗസിനകത്താണ്. അതായത് നമുക്ക് ഒരു ജിപ്സിക്ക് വേണ്ട എന്തും ആമിഫൈഡ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മാറ്റിയിട്ടങ്ങ് പോവാം. ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ ബാംഗ്ലൂർ SR ഓട്ടോമോട്ടീവ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാരുതിയുടെ എല്ലാ ജെന്യൂൻ പാർട്സും വാങ്ങാൻ പറ്റുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി നമുക്ക് ജിപ്സിയുടെ എല്ലാ പാർട്സും, ജിപ്സിയുടെ ഒരു പാർട്സ് ഇവിടെ വന്നിട്ട് കിട്ടില്ല എന്നുള്ള സംഭവമില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആളാണ് നമ്മുടെ സുധിക ഓട്ടോ ഗാരേജിൽ. സോ अच्छा ये क्या है? ये साइड का जो डोर का होता है ना ऊपर, अच्छा डोर पैनल. ग्लास फ्रेम के पास अच्छा अच्छा ओके. और एक ग्लास बीडिंग है. अच्छा ग्लास ब्रीडिंग. हाँ ये पूरा स्पार्कल है, ये पूरा ग्लास ओनर है. अच्छा ये पूरा गियर असेंबली है. अच्छा ये अच्छा गियर लीवर असेंबली. अच्छा ये हमने वो दूसरा वाला गाड़ी के चेंज करा ना हमने. अच्छा अच्छा गियर असेंबली है पूरा. ओके. ये सारा MGP है. पूरा MGP आता है. ओके ओके ओके. और वो 4x4 का गियर बॉक्स നമുക്ക് ഇവരുടെ അടുത്ത് ബ്രാൻഡ് ന്യൂ 4 വീൽ ഡ്രൈവിൻ്റെ ബോക്സ് ഉണ്ട്. നമ്മളിത് SRലും നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ കാണാത്തവർക്ക് കാണാം. ഇതാണ് നമ്മുടെ ജിപ്സിയുടെ കുട്ടി ഗിയർ ബോക്സ്. 4x4 ഗിയർ ബോക്സ് ആണ്. ഏകദേശം ഒരു 5ഓളം പീസ് ഇപ്പം തന്നെ ഇവരുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് ആണ് കേട്ടോ. ഇതെല്ലാം മൊത്തം ഗിയർ ബോക്സ് ആണ്. അപ്പം ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വണ്ടി റീസ്റ്റോർ ചെയ്യാനും ബിൽഡ് ചെയ്യാനും നമുക്ക് ഒറ്റ സ്ഥലത്ത് വന്നാൽ മതി. നമ്മൾ സാധനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, വരിക വർക്ക് ചെയ്യുക പോവുക, അത്രേ ഉള്ളൂ. मेड इन जापान है ये अच्छा मेड इन जापान. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ ഫ്രണ്ടിലത്തെ അസംബ്ലി ഉണ്ടല്ലേ. हाँ इसमें जापान का लोगो लगा है. अच्छा इसमें ओरिजिनल है वो, उसका वो कवरिंग का. हाँ हाँ കംപ്ലീറ്റ് സാധനങ്ങൾ ഓരോന്നും, പിന്നെ ആക്സസറീസും കാര്യങ്ങളും. കാരണം ഇവിടെ വണ്ടി റീബിൽഡ് ചെയ്യുന്ന ഒരു സ്ഥലമായത് കൊണ്ട് എല്ലാ സാധനങ്ങളും റെഡിലി അവൈലബിളാണ്. ഒരു പാർട്ട് തന്നെ 8-10 പീസ് ഇവിടെ റെഡി ആയിട്ട് സ്റ്റോക്ക് ഉണ്ട്. ബോഡി പാനലുകൾ കംപ്ലീറ്റ് നമുക്ക് എന്താണോ വേണ്ടത് ഒരു ജിപ്സി
മൊത്തമായിട്ട് ജസ്റ്റ് ഷെല്ല് നമുക്ക് കൊണ്ടു കൊടുത്താൽ അതൊരു വണ്ടിയാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരും. എല്ലാ സാധനങ്ങളും റെഡിലി അവൈലബിൾ ആണ് ഇവിടെ. അതുപോലെ പവർ സ്റ്റിയറിങ്, AC, പിന്നെ കംപ്ലീറ്റ് ബോഡി റീസ്റ്റോറേഷൻ, എല്ലാ കാര്യങ്ങളും, ഈവൻ പുതിയ ഷാസി വരെ നമുക്കിവിടെ അവൈലബിളാണ്. ये टायरॉड है ना ये? हाँ, इनसेट है, हाँ इनका है, अच्छा, ये ड्राइव शाफ्ट है सामने का, ड्राइव शाफ्ट का ना. हाँ, ये हमने वो वाइट वाला गाड़ी का चेंज करा ना हमने टायरॉड. हाँ ये स्टीयरिंग का कलम है, अच्छा, स्टीयरिंग कॉलम, अच्छा ये भी हमने चेंज करा है. നമ്മുടെ രാഘവൻ്റെ വണ്ടിക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞോളം വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിക്ക്. देखो नंबर 1 पावर शाफ्ट है ये. अच्छा, ये अब हमने अभी बताया ना ये. हम लोगों ने बोला ना अभी 3 बदलाने का भी. अच्छा, और उसमें से एक यही है. एक है ये गियर बॉक्स टू गियर बॉक्स कनेक्शन होगा. ഓക്കെ 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 2 व्हील ड्राइव से 4x4 गियर बॉक्स को बैठेगा ये. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. കണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിലി അവൈലബിൾ ആണ്. നമുക്ക് ഒരു വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇവിടെയുള്ള മെക്കാനിക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എക്സ്പേർട്സ് ആണ്. വണ്ടി ഒരു ടെസ്റ്റ് റൈഡ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് അതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ച് തരും. ഇത് നമ്മുടെ വലിയ ഷാഫ്റ്റ്. എവിടെ ബടാ വാല है ना? ये फ्रंट टू फ्रंट है, ഫ്രണ്ട് ടു ഫ്രണ്ട് വരാം. फ्रंट व्हील ड्राइव का है. ये भी असेंबल्ड आ जाएगा ऐसा. अच्छा, ये भी ओरिजिनल MGP मारुति जीनन पार्ट का है. ओके सुपर. ये पूरा प्रॉप शाफ्ट ही है, पूरा अनबॉक्स है. ओके ओके, ये सबसे बड़ा वाला. हाँ, सबसे बड़ा है बैक विंडो का. ओके, ये भी MGP रहेगा ये भी. हाँ, ओरिजिनल लोगो के साथ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പരീഷ്കയുടെ വണ്ടിക്ക് മാറ്റാൻ വേണ്ടി പോകുന്ന ഒരു സാധനം ഇതാണ്. നമ്മൾ 3 ഷാഫ്റ്റും പരീഷ്കയുടെ വണ്ടിയുടെ മാറ്റാൻ വേണ്ടി പോവാണ്. और ये पूरा ऑक्सल बेरिंग, प्रेशराइजर बेरिंग, ये पूरा व्हील बेरिंग का है, ये किंग पिन बेरिंग का है, ये पूरा बेडिंग किट है. अभी मैं बढ़ गया बोला ना आपको, बेडिंग किट बढ़ गया करके. हाँ हाँ, देखो छोटा बेडिंग वाला 1100 हो गया. ഓക്കെ ഓക്കെ, റേറ്റ് बढ़ गया. ഒരു ജിപ്സിയുടെ എല്ലാ സാധനങ്ങളുടെയും റേറ്റ് നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത്രയൊന്നും കോസ്റ്റിലായിരുന്നു. ഇപ്പോൾ എല്ലാ സാധനത്തിൻ്റെയും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പുള്ളി പറഞ്ഞുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രജിസ്ട്രേഷൻ കോസ്റ്റും വളരെ മാറി. पूरा गियर बॉक्स माउंट है, पूरा मेन गियर बॉक्स का माउंट है. हाँ, मेन गियर बॉक्स का अभी इसका भी चेंज हो गया ना रेट. हाँ, അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇവരുടെ വെയർ ഹൗസിനകത്തുള്ള കാഴ്ച. അപ്പം ഇവിടെ വന്നപ്പോഴേക്ക് തോന്നി ഇതൊന്നും നിങ്ങളൊന്ന് കാണിക്കണം. കാരണം ഇവിടെ നമ്മൾ വണ്ടിയുടെ വർക്ക് മാത്രമല്ല നമുക്ക് പാർട്സ് അവൈലബിൾ ആണെന്നുള്ളത്. ये पूरा कॉम्बिनेशन स्विच है. अच्छा, ये वाला. ये टॉप का पट्टी SGP का जो पट्टी आता है ना, टॉप में बैठने का, हाँ, पूरा टॉप का पट्टी है. ओके 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 ओके. क्लच एंड फ्लेवल है, पूरा क्लच का क्लच सेट है. अच्छा, ये वाला ना. हाँ ओके, सारे स्टॉक है. मिनिमम 5 पीस स्टॉक होगा, हाँ, है ना? 10 पीस रहेगा. अच्छा, ये पूरा कॉम्बिनेशन स्विच का है. ये पूरा हब्बा असेंबली है. व्हील हब्बा है ना वो. हाँ हाँ, ब्रेक रोटर भी रहेगा. ओके. तो पूरा ब्रेक रोटर रहेगा, पूरा इधर पूरा ब्रेक रोटर रहेगा, पूरा ब्रेक रोटर है. ओके ओके ओके. और ये पूरा मीटर असेंबली है. ओके, ये एक्सो सिस्टम सारे के सारे है ना, एक्सो सिस्टम वगैरह सब कुछ. हाँ, സൂപ്പർ. पूरा चीज मिलेगा. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെയർ ഹൗസിനകത്തുള്ള കാഴ്ച. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരീഷ്കൻ്റെ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പരീഷ്കൻ്റെ വണ്ടി നമ്മളിവിടെ ഇവിടെ കൊടുത്തിട്ട് പോവാണ്. അടുത്ത ഒരാഴ്ച കൊണ്ട് വണ്ടിയുടെ പണി തീർത്ത് നമുക്കൊരു വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ രാഘവൻ്റെ വണ്ടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഘവൻ്റെ വണ്ടിക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റുകയാണ് അസംബ്ലി. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ പവർ സ്റ്റിയറിംഗ് വെച്ചിട്ട് 1 ഇയർ റീപ്ലേസബിൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് കിറ്റാണ് നമ്മൾ വണ്ടിക്ക് കയറ്റാൻ വേണ്ടി പോകുന്നത്. പിന്നെ റീഫർബിഷ് ചെയ്ത് വന്നിരിക്കുന്ന പവർ സ്റ്റിയറിംഗ് കിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ വണ്ടിക്ക് അല്ല ചില ചെറിയ മെക്കാനിക്കൽ കാര്യങ്ങൾ, ഇപ്പോൾ ഓയിൽ സീല് അതുപോലുള്ള ചെറിയ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വണ്ടിയുടെ ഷാഫ്റ്റ് തിരിച്ചിട്ട പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വണ്ടി ഒന്ന് ക്ലിയർ ആക്കണം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. അങ്ങനെ നമ്മുടെ ജിപ്സീൻ്റെ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുന്നതിന് മുന്നോട്ടായിട്ട് നല്ല ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കിറ്റ് ഏകദേശം നമുക്ക് ഇവിടെ ആയിട്ട് വരിക. പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സും കാര്യങ്ങളും പിന്നെ അതിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കണം. നമ്മുടെ
കൂടി ഇപ്പോൾ ഉള്ളത് പിന്നെ ശ്രുതി ഓട്ടോ ഗാരേജിലെ ജയറാമനാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് ജിപ്സി ആമിഫൈഡ് നിന്ന് പണി ഇറക്കാനും അതുപോലെ मॉडिफाई ചെയ്തൊരു വണ്ടി ഇറക്കാൻ ഏകദേശം എത്ര കോസ്റ്റ് ആണ്? कंडीशन का आपको 8.5 लाख रहेगा. 8.5 लाख. वो गाड़ी पूरा गाड़ी रजिस्ट्रेशन पूरा स्टॉक कंडीशन ब्रांड न्यू कंडीशन देंगे. अच्छा ठीक है. उसमें क्या होगा कंपनी से कैसा गाड़ी आता है ऐसे उसमें ऑल्ट्रेशंस वगैरह कुछ नहीं होगा. पोस्ट रेंज तो कॉमन रहेगा. अच्छा ठीक है. और रहेगा. अच्छा ठीक है. तो आपको एक मीडियम साइज में ऑल्ट्रेशन करके गाड़ी में लेने में तो वो अभी अब डालने के बाद में 9.5 9.10.5 जैसा चाहिए वैसा. अच्छा ठीक है. जो ऐड ऑन रहता है उसका जो ऐड उसके हिसाब से टायर रिम वो स्नॉर्कल वगैरह वगैरह. बट एक गाड़ी ആമിഫൈഡ് से बाहर आने के लिए സ്റ്റോക്ക് 8.5. അപ്പോൾ ആർക്കെങ്കിലും ആമിഫൈഡ് എന്നൊരു വണ്ടി റീസ്റ്റോർ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഏകദേശം 8.5 ലക്ഷം രൂപയിൽ നമുക്ക് വണ്ടിയും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണോ, ഇപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ എല്ലാം ജെനുവിൻ പാർട്സ് ഇട്ടിട്ടൊരു വണ്ടി ഇറക്കുന്നതിന് ഏകദേശം 8.5 ലക്ഷം രൂപ പ്ലസ് അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കം. നമുക്ക് കർണാടകയിൽ വണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്തിരുന്ന കോസ്റ്റാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാഘുവിൻ്റെ വണ്ടിക്ക് കുറച്ചുകൂടി അഡീഷണൽ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിപ്സിയുടെ ടാങ്ക് കാർഡാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആമിഫൈഡിൻ്റെ ബാഡ്ജിങ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പുതിയ ടാങ്ക് നമ്മൾ ഓൾറെഡി വണ്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആമിഫൈഡിൻ്റെ പിന്നെ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ലുക്കാക്കിയിട്ടുണ്ട്. ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഇപ്പം നല്ലൊരു രസമാണ് വണ്ടി കാണാൻ. അപ്പോൾ പുതിയ ടാങ്ക് വെച്ചോടുകൂടി തന്നെ നമ്മൾ ടാങ്ക് ഗാർഡും സെറ്റാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഡിഫറൻഷ്യൽ ഗാർഡും സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ താറിനൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷേ നമ്മുടെ താറിന് ആർമർ പോലത്തെയാണ്. ഇത് താഴേക്ക് പിന്നെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഉള്ള സപ്പോർട്ടാണ്. ഈ കാണുന്ന 2 ഹോൾസ് നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ മേലേക്ക് പിന്നെ സ്ക്രൂ ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വരുന്ന ഇമ്പാക്റ്റ് നമുക്ക് നേരെ ഡിഫറൻഷ്യലിലേക്ക് വരില്ല. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതുപോലെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കാര്യമൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പവർ സ്റ്റിയറിങ്ങിൻ്റെ കിറ്റെല്ലാം കയറ്റി, അതുപോലെ നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് മാറ്റി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലും കാര്യങ്ങളും എല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പുതിയ ടാങ്ക്, നമ്മുടെ പുതിയ ടാങ്ക് ഇവിടെ റെഡിയാണ്, സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കയറ്റണം. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീപ്പിനൊക്കെ ഉള്ള പോലത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇവിടെയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ള പണികൾ. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് തിരിക്കാം. പിന്നെ നമ്മളെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഗാർഡ് സെറ്റ് ചെയ്യലാണ്. ഇത് നമുക്ക് പല കമ്പനിയുടെ അവൈലബിൾ ആണ്. ഇത് ആമിഫൈഡിൻ്റെ തന്നെ കസ്റ്റമേഡ് സാധനമാണ്. ഇത് നമുക്ക് മെറ്റൽ ഹൗസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലും നമുക്ക് ഇതേ സെയിം മോഡലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറൻഷ്യലിൻ്റെ മേലെ വരുന്ന സ്ക്രൂ അയച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇത് വെച്ചിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവനറിയാം 10 ദിവസം മുന്നേ ചായ വൈകിട്ട് ചായ എനിക്ക് ആദ്യം ABCD മര്യാദയ്ക്ക് പറയാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു മോഹം. എന്തായിരുന്നു മോഹം? വണ്ടിയുടെ ബമ്പറൊക്കെ മാറ്റിയില്ലൊന്ന്. സന്ദീപ ബമ്പറൊക്കെ മാറ്റിക്കളല്ലേ? ഓ മാറ്റലും കഴിഞ്ഞാ? എൻ്റെ അമ്മ എത്ര പെട്ടെന്നാണ് അയച്ചുവിട്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബമ്പർ മാറ്റാൻ വന്നതായിരുന്നില്ല. അടിയിലൊരു നല്ലൊരു ഗാർഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാൻ നോക്കുമ്പോൾ പഴയ ബമ്പർ പറ്റില്ലാന്ന് പറഞ്ഞുകൊണ്ട്, അതെ പഴയ ബമ്പർ ഭയങ്കര ചെറുതല്ലേ അല്ലേ? ചെറുതായതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ബമ്പറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആയി. ആ ബമ്പർ പോയി. ഇനി പറട്ട് ആ ബമ്പറിന്റെ പണിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ലൈറ്റും കാര്യങ്ങളും ഇൻഡിക്കേറ്ററും എല്ലാം വരുന്നുണ്ടായിരുന്നു. എല്ലാ സംഭവം അത് വരും. ബാക്കി നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. അതെ. പിന്നെ അതുപോലെ ഡോറിന്റെ പാനൽ നമ്മൾ സെറ്റ് ചെയ്തു അല്ലേ? അത് നിങ്ങൾ വീഡിയോ കാണിച്ചു കൊടുക്കും ഇങ്ങനെ ഉണ്ട് ലുക്ക്. അതെ ഡോറിന്റെ പാനൽ നമുക്ക് ഓവറോൾ പെയിന്റിംഗ് ഒന്നുമില്ല. അത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? പെയിന്റിംഗ് എല്ലാം ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെയ്യാം, സെറ്റാക്കാം. ഓ സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ പാനൽ ഇതാട്ടോ. ഇത് നമ്മുടെ താറിൻ്റെ ചെയ്ത സെയിം മെറ്റീരിയൽ തന്നെയാണ്. ആ സെയിം ടീമിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന ഡോർ പാനൽ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലത്തെ 2 ഡോർ പാനലും ഇതേപോലെ തന്നെ
പിന്നെ മാറ്റി. പിന്നെ അതിൻ്റെ വൈൻഡറും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് പുതിയ സാധനങ്ങൾ, ഈ വെതർ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയതായിട്ടിരിക്കുന്നത്. അത് നല്ല അടിപൊളിയായി. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ റിയർ ടെയിൽ ഗേറ്റിനും സെയിം സാധനം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നല്ല ലോങ് ആയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ലോക്കിൻ്റെ അകത്തുനിന്ന് വലിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് അവിടെ കൈ മുറിയാതിരിക്കാൻ വേണ്ടി ഇവിടെ റബ്ബറിൻ്റെ ബീഡിങ്ങും ബുഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡോറൊക്കെ നല്ല പെർഫെക്റ്റായി. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ. പിന്നെ നമ്മൾ ബാക്കിൽ നമ്മളൊരു കയറാൻ ഭയങ്കര വണ്ടിക്ക് വെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ കാരണം 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീപ്പിനൊക്കെ വരുന്ന പോലെയുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ബമ്പറിലേക്ക് 2 ഹോൾ ഓൾറെഡി ഉണ്ട് ബാക്കിൽ. ഇവിടെ നമ്മൾ 2 ഹോൾ എടുത്തു, എന്നിട്ട് അതും നമ്മൾ സെറ്റാക്കി. അപ്പം ആ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ ഈ താഴെ കാണുന്ന ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ ഗാർഡ് വരുന്നത് കേട്ടോ. ആമിഫൈഡിൻ്റെ തന്നെയാണ്. പിന്നെ അതുപോലെ ആമിഫൈഡിൻ്റെ തന്നെ ടാങ്ക് ഗാർഡ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ബമ്പർ റോഡ് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റ് റൈഡ് ചെയ്ത് നമ്മൾ ആമിഫൈഡിൽ നിന്ന് ഇറങ്ങും. നമ്മൾ ബമ്പറിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീഫിക്സ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ അതിൻ്റെ മേലെയുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നു. അടിപൊളിയല്ലേ? ആ ചെറുത് പോയപ്പോൾ തന്നെ വണ്ടി മൊത്തത്തിൽ അങ്ങ് മാറിയില്ല. ഓക്കെ, ആദ്യത്തെ ബമ്പർ ശരിക്കും വളരെ ചെറുതാണ്. അത് മാറിയപ്പോൾ തന്നെ വണ്ടി ഒന്നൊരു എടുപ്പായി. ഇവിടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാണ്ടി പോകാം. ഏകദേശം സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ബമ്പറും അതുപോലെ തന്നെ അതിന് താഴെയുള്ള സ്കിഡ് പ്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം നമ്മൾ ഇവിടെ ലേറ്റ് ആക്കുന്നില്ല. നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതാണ്. ടിൽ ദെൻ ബൈ.